ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലിഹി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. പരിശുദ്ധമായ റമദാൻ ഒന്നിലേക്ക് കടന്നു. പരിശുദ്ധമായ റമദാനിന്റെ ആദ്യ രാത്രിയിൽ ഒന്നാം രാവിലാണ് നാം ഉള്ളത്. ഈ രാത്രി തറാവീഹ് നിസ്കാരം തുടങ്ങേണ്ട ദിവസമാണ്, രാത്രിയാണ്. തറാവീഹിനെ സംബന്ധിച്ച് ചുരുക്കി ഞാൻ വിവരിക്കാം. തറാവീഹ് 20 റക്അത്താണ് എന്ന് നമുക്കറിയാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എല്ലാവരും കൂടി ജമാഅത്തായി സംഘടിപ്പിച്ചപ്പോൾ 20 റക്അത്ത് നിസ്കരിച്ചു എന്ന് സഹീഹായ ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തറാവീഹിന്റെ നിയ്യത്ത് ചെയ്ത് നിസ്കരിക്കണം. ഇശാഇ നിസ്കാരത്തിന് ശേഷമാണ് തറാവീഹ് നിസ്കരിക്കേണ്ടത്. ഇശാഇ നിസ്കരിക്കാതെ തറാവീഹ് നിസ്കരിച്ചാൽ തറാവീഹ് സഹീഹാവുകയില്ല. കാരണം ഇശാഇ നിസ്കരിക്കണം, അതിന്റെ ശേഷമേ അതിന്റെ സമയം കടക്കുകയുള്ളൂ. തറാവീഹിൽ നിന്നുള്ള 2 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി ജമാഅത്തായിട്ടാണെങ്കിൽ ജമാഅത്തായി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. തറാവീഹിൽ നിന്നുള്ള 2 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. എന്നിട്ട് തക്ബീറത്തുൽ ഇഹ്റാം ചെയ്ത് സാധാരണ നിസ്കരിക്കും പോലെ 2 റക്അത്ത് നിസ്കരിക്കുക. വജ്ജഹത്തു ദുആഉൽ ഇഫ്തിതാഹ് സുന്നത്താണ്, അത് ഒഴിവാക്കൽ കറാഹത്താണ്. അപ്പോൾ തറാവീഹ് നിയ്യത്ത് ചെയ്ത് ദുആഉൽ ഇഫ്തിതാഹ് വജ്ജഹത്തു അല്ലെങ്കിൽ വജ്ജഹത്തുവിന്റെ പകരമുള്ള മറ്റു ദുആകൾ ചെല്ലാം. ശേഷം ഫാത്തിഹ ഓതുക. ഫാത്തിഹ ഓതി സൂറത്ത് ഓതുക. വള്ളുഹ മുതൽ ചെറിയ സൂറത്തുകൾ ചെക്ക് ചെയ്താൽ 20 സൂറത്തുകൾ ലഭിക്കും. ഇനി അലം തറ മുതൽ ആണെങ്കിൽ 10 സൂറത്തുകൾ ലഭിക്കും. അപ്പോൾ ഒന്നും കൂടി അലം തറ ആവർത്തിച്ചാൽ മതി. അലം തറ മുതൽ അങ്ങനെ സൂറത്തുകൾ ഓതുക. സാധാരണ റുക്കോയിലൊക്കെ അടങ്ങി താമസിച്ചുകൊണ്ട് തന്നെ നിർവഹിക്കുക, അടങ്ങി താമസിക്കുക. അല്ലാതെ പെട്ടെന്ന് റുക്കോ ചെയ്ത് അടങ്ങി താമസമില്ലാതെ ഉയർന്നാൽ നിസ്കാരം ബാത്തിലായി പോകും. അതുപോലെ ഇത്തിദാലിലും 2 സുജൂദിലും സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിലൊക്കെ തുമഇനീനത്ത് അല്പം അടങ്ങുക എന്നത് ശ്രദ്ധിക്കണം. അടങ്ങാതെ അതിൽ പോയി അപ്പോൾ തന്നെ ഉയർന്നാൽ നിസ്കാരം സഹിയാവുകയില്ല. അത്തഹിയ്യാത്ത് ഓതണം. അത്തഹിയ്യാത്തിൽ സാധാരണ ഫുള്ളാക്കി ചിലർ ഓതില്ല. ഫുള്ളാക്കി ഓതൽ തന്നെയാണ് നല്ലത്, തഹിയ്യാത്തും സലാത്തും ദുആവും. പക്ഷെ അത്തഹിയ്യാത്ത് ചൊല്ലി അക്ഷരം തെറ്റാതെ ചൊല്ലണം. ഫാത്തിഹ ഓതുകയാണെങ്കിലും അക്ഷരം തെറ്റരുത്. അത്തഹിയ്യാത്ത് ഓതുകയാണെങ്കിലും അക്ഷരം തെറ്റരുത്. അക്ഷരം തെറ്റിയുള്ള നിസ്കാരം ഫാത്തിഹ നിർബന്ധമാണ്, അത്തഹിയ്യാത്തും നിർബന്ധമാണ്. അതുകൊണ്ട് സാവകാശം തെറ്റാതെ ഓതുക. വെറുതെ 20 റക്അത്ത് കുത്തിമറിഞ്ഞിട്ട് കാര്യമില്ല. മറിച്ച് തെറ്റാതെ ഓതിയാൽ മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. അപ്പൊ അത്തഹിയ്യാത്ത് അങ്ങനെ ഓതി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന സ്വലാത്തുകൾ ചൊല്ലി, സ്വലാത്ത് കുറച്ചും കൂടി ചൊല്ലാൻ കഴിയുമെങ്കിൽ ചൊല്ലി, ചെറിയൊരു ദുആയും നല്ലതാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലി മാ ഖദ്ദംതു മാ അഖർതു തുടങ്ങിയ ദുആ അല്ലെങ്കിൽ അതിന്റെ ആദ്യ ഭാഗമെങ്കിലും ചൊല്ലുക. സ്വലാത്ത് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് വരെ ഓതണം. പിന്നെ ചെറിയൊരു ദുആ നിർബന്ധം. ഈ സ്വലാത്ത് തന്നെ പൂർണ്ണമായിട്ടും സ്വലാത്ത് ചൊല്ലാൻ കഴിയുമെങ്കിൽ ചൊല്ലുക. 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടേണ്ടതാണ്. അക്ഷരങ്ങൾ നല്ല ശ്രദ്ധിക്കണം, തെറ്റരുത് എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. തുമഇനീനത്ത് അടങ്ങി താമസിക്കൽ നിർബന്ധമാണ്, അതൊരിക്കലും നഷ്ടപ്പെടുത്തരുത് ഓരോ റുക്കോയിലും സുജൂദിലും. അവസാനത്തെ അത്തഹിയ്യാത്ത് ഇരിക്കും പോലെയാണ് അത്തഹിയ്യാത്തിൽ ഇരിക്കേണ്ടത്. ഒന്നാമത്തെ അത്തഹിയ്യാത്തിൽ നമ്മൾ 4 റക്അത്ത് നിസ്കരിക്കുമ്പോഴുള്ള ഒന്നാമത്തെ അത്തഹിയ്യാത്ത് ഇരിക്കും പോലെ അല്ല. കാരണം
ഇത് സലാം വീട്ടുന്ന തഹിയാത്തായതുകൊണ്ട് അവസാനത്തെ തഹിയാത്ത് ഇരിക്കും പോലെയാണ്. സലാം വീട്ടിക്കഴിഞ്ഞാൽ അതിന്റെ മുമ്പുള്ള നിസ്കാരവും ശേഷമുള്ള നിസ്കാരവുമുള്ള ബന്ധം മുറിഞ്ഞു. അപ്പൊ അവസാനത്തെ തഹിയാത്താണത് എന്ന് മനസ്സിലാക്കാം. അപ്പോ ഈ കാര്യങ്ങൾ നിയ്യത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് നാം നിസ്കരിക്കുന്നത്, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം നിയ്യത്ത് ചെയ്യുക. നാമൊക്കെ മരണപ്പെട്ടാൽ നമുക്ക് ഖബറിൽ രക്ഷപ്പെടാൻ തറാവീഹ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, സ്വർഗത്തില് അങ്ങയോടുകൂടെ ഇരിപ്പിടം വേണമെന്ന് സഹാബി ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞത്, റബീഅ ചോദിച്ചപ്പോൾ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞത്, സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് എന്നെ നീ അതിന് സഹായിക്കണമെന്ന് പറഞ്ഞതായി കാണാം. അപ്പൊ സുജൂദുകൾ വർദ്ധിപ്പിക്കുക, നിസ്കാരം വർദ്ധിപ്പിക്കുക, സുജൂദ് വർദ്ധിപ്പിക്കുക എന്നത് ഖബറിൽ രക്ഷപ്പെടാൻ കാരണമാണ്. സ്വർഗത്തിലെത്തണമെങ്കിൽ വലിയ എളുപ്പമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊക്കെ കാലിന് നീര് വീർക്കുവോളം നിസ്കരിച്ചിരുന്നുവെന്ന് കാണാം. അത് റമദാനിൽ അല്ലാത്തപ്പോൾ തന്നെ അങ്ങനെയായിരുന്നു. റമദാൻ വരുമ്പോൾ തീർച്ചയായും നാം ധാരാളം തറാവീഹെങ്കിലും അതുപോലെ ളുഹറിനും ശേഷവും മറ്റു നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമൊക്കെയുള്ള സുന്നത്തുകൾ നിസ്കരിക്കുക. കഴിയുമെങ്കിൽ ജമാഅത്തായിട്ട് തന്നെ നിർവഹിക്കുക. തറാവീഹ് സ്ത്രീകൾ ആണെങ്കിലും ജമാഅത്തായിട്ട് വീട്ടിലുള്ളവരോട് കൂടെ നിർവഹിക്കാൻ ശ്രമിക്കുക. ഫർള് നിസ്കാരങ്ങളും അങ്ങനെ തന്നെ കഴിവിന്റെ പരമാവധി നിർവഹിക്കുക. അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ധാരാളം ഖുർആൻ ഓതുക. ഖുർആൻ ഒരു 2 ഖത്മെങ്കിലും അല്ല 3 ഖത്മെങ്കിലും ഓതാത്തവർ ഓതണം, എല്ലാവരും ഓതണം. അതിന് ഒരു 3 ജുസ് വീതം ഓതിയാൽ തന്നെ 3 ഖത്മ് തീരും എന്നല്ല. ചിലപ്പോൾ ഞാൻ ഈ പറയുന്നത് കുറവായിരിക്കും. ചിലർ 4ഉം 5ഉം 6ഉം 10ഉം ഒക്കെ ഖത്മ് തീർക്കുന്നവരുണ്ടാകും. ഖുർആൻ ഓതാനുള്ള ചാൻസ് നാം മുതലാക്കുക. നമുക്ക് നാളെ ആഖിറത്തിൽ രക്ഷപ്പെടാൻ ഖുർആൻ ഓതിയ ആ ഓരോ അക്ഷരങ്ങളും 10 ഹസനത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു അക്ഷരം 10 നന്മയാണ്. ഖുർആൻ ധാരാളം ഓതിക്കൊണ്ടിരിക്കുക, തൗബ ചെയ്ത് മടങ്ങുക, ഇസ്തിഗ്ഫാറുകളും ദിക്റുകളും വർദ്ധിപ്പിക്കുക. ഇങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കുന്ന പ്രവർത്തനങ്ങളിൽ സമയങ്ങൾ വേസ്റ്റാക്കാതിരിക്കുക. ഇബാദത്തിലും ഖുർആനോത്തിലുമായി ദാനങ്ങൾ ചെയ്യുക, നോമ്പ് തുറപ്പിക്കുക, സൽക്രമങ്ങൾ വർദ്ധിപ്പിക്കുക. ഇങ്ങനെയുള്ള ദിക്റുകൾ, ഇസ്തിഗ്ഫാറുകൾ, തസ്ബീഹ് നിസ്കാരങ്ങൾ എല്ലാം നിർവഹിച്ചു കൊണ്ടിരിക്കുക. അള്ളാഹു നമുക്ക് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി നോമ്പ് നോൽക്കുക, നോമ്പ് തുറപ്പിക്കുക, നോമ്പ് തുറ സംഘടിപ്പിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു ഈ പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ധാരാളം ഇബാദത്തുകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു സ്വർഗം നൽകപ്പെടുന്നവരെ കൂട്ടത്തിൽ നമ്മെ ചേർക്കുമാറാവട്ടെ. അടുത്ത റമദാൻ നമുക്കുണ്ടാവുമോ എന്നറിയില്ല. അതുകൊണ്ട് ധാരാളം ഇബാദത്തുകളാ ദിക്റുകളും ഖുർആൻ പാരായണവും ചെയ്യുക എന്നൊന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമ്മെ നരകമോചിതരിൽ ഉൾപ്പെടുത്തുകയും സ്വർഗത്തിന്റെ അവകാശികളിൽ ചേർക്കുകയും ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.